നമസ്കാരം. ആണവക്കരുത്തിൽ പുതുചുവടുറപ്പിക്കാൻ കേന്ദ്രം ചടുലമായ നീക്കങ്ങൾ നടത്തുകയാണ്. കണക്കുകൾ പിഴയ്ക്കാതെ കൃത്യമായ വീക്ഷണത്തോടെ രാജ്യപുരോഗതിക്കായി മോദി അക്ഷീണ പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഊർജ്ജ മേഖലയുടെ വികസനത്തിന് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് രാജ്യത്ത് ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്ന ചെറുകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം. ഭാരത് ചെറുകിട റിയാക്ടറുകൾ BSR വികസിപ്പിക്കാൻ സ്വകാര്യ മേഖലയുമായി സഹകരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ്. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വലിയ മാറ്റങ്ങൾക്കാകും ചുവടുവെക്കുക എന്നത് ആത്യന്തികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 1962 ആണവോർജ്ജ നിയമം ആണവോർജ്ജ ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനുവദിച്ചില്ല എന്നതിനാൽ ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ ആണവ നയത്തിലെ ചരിത്രപരമായ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ SMR ശ്രദ്ധ നേടുന്ന ആഗോള പ്രവണതകളുമായി BSR വിന്യസിച്ചിരിക്കുന്നു. ഫാക്ടറി നിർമ്മിതവും എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാവുന്നതുമായ റിയാക്ടറുകൾ ഉൾപ്പെടുന്ന തികച്ചും പുതിയ ആശയമായ SMRകളിൽ നിന്ന് വ്യത്യസ്തമായി BSRകൾ ഇന്ത്യയുടെ നിലവിലുള്ള പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യയുടെ ഊർജ്ജ കരുത്തിൽ ആണവോർജ്ജത്തിന്റെ സംഭാവന വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയും. ആണവോർജ്ജത്തിന്റെ നിലവിലെ പങ്ക് 1.6%. ചെറിയ മോഡുലാർ റിയാക്ടറുകളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഒരു യൂണിറ്റിന് 300 മെഗാവാട്ട് വരെ വൈദ്യുതി ശേഷിയുള്ള നൂതന ആണവ റിയാക്ടറുകളാണ് അവ. ആഗോളതലത്തിൽ 80-ലധികം SMR ഡിസൈനുകളും ആശയങ്ങളുമുണ്ട്. അവയിൽ മിക്കതും വിവിധ വികസന ഘട്ടങ്ങളിലാണ്. സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് അതായത് SMRകളുടെ പ്രാധാന്യം നോക്കുകയാണ് എങ്കിൽ കുറഞ്ഞ ഇന്ധന ആവശ്യകതകൾ ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. പരമ്പരാഗത പ്ലാന്റുകൾക്ക് 1 മുതൽ 2 വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ 3 മുതൽ 7 വർഷത്തിലും കുറഞ്ഞ തവണ ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമാണ്. SMRകളുടെ പ്രീ ഫാബ്രിക്കേറ്റഡ് യൂണിറ്റുകൾ നിർമ്മിക്കാനും ഷിപ്പ് ചെയ്യാനും സൈറ്റിൽ ഇൻസ്റ്റോൾ ചെയ്യാനും കഴിയുന്നതിനാൽ നിർമ്മാണ സമയം ലാഭിക്കുന്നു. പരിസ്ഥിതിയിലേക്കുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ സുരക്ഷിതമല്ലാത്ത റിലീസുകളുടെ സാധ്യത ഇല്ലാതാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യുക എന്നതും എടുത്തു പറയേണ്ടതാണ്. 2024-25 കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിന്റെ ആണവ പരിപാടിയിൽ സ്വകാര്യ പങ്കാളിത്തവും മെയ്ഡ് ഇൻ ഇന്ത്യ സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ആണവശേഷി കൂട്ടിച്ചേർക്കൽ പദ്ധതികൾക്ക് വലിയ ഉത്തേജനമാണ് നൽകിയത്. ഭാരത് ചെറുകിട റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനും ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടറുകളുടെ ഗവേഷണത്തിനും വികസനത്തിനും ആണവോർജ്ജത്തിനായുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ ഗവേഷണത്തിനും വികസനത്തിനും സർക്കാർ സ്വകാര്യ മേഖലയുമായി സഹകരിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. വികസിത് ഭാരത് എന്നതിനായുള്ള ഊർജ്ജ മിശ്രിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. നിലവിൽ പൊതുമേഖലാ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCIL ആണ് ഇന്ത്യയിൽ സിവിൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഏക അംഗീകൃത സ്ഥാപനം. 24 ആണവ റിയാക്ടറുകളുള്ള NPCILന്റെ സ്ഥാപിത ശേഷി 8.1 ഗിഗാവാട്ട് ആണ്. 2031-32 18 ആണവ റിയാക്ടറുകൾ കൂട്ടിച്ചേർക്കാനും മൊത്തം ആണവോർജ്ജ ശേഷി 22.4 ജിഗാവാട്ട് ആക്കി 13.8 ജിഗാവാട്ട് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വൈദ്യുതി ഉൽപ്പാദകരായ NTPC NPCILന്റെ സംയുക്ത സംരംഭത്തിൽ 2 ആണവ നിലയങ്ങൾ വികസിപ്പിക്കുന്നു. ഇന്ത്യയിൽ SMR നിർമ്മിക്കാൻ US, റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുമായി NTPC ചർച്ച നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലാസൻ ആൻഡ് ട്രൂബോ, മെഖ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കമ്പനികൾക്ക് ആണവ നിലയങ്ങൾക്കായി EPC വർക്കുകൾ ചെയ്യുന്നതിൽ പരിചയമുണ്ട്. നീണ്ട നിർമ്മാണ സമയവും പരമ്പരാഗത ആണവ റിയാക്ടറുകളുമായി ബന്ധപ്പെട്ട ഉയർന്ന സാമ്പത്തിക ചെലവും ഇന്ത്യയുടെ ആണവ പരിപാടിയെ ബാധിക്കുന്നതിനാൽ സർക്കാർ ചെറിയ മോഡുലാർ റിയാക്ടറുകൾ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇവ ഏകദേശം 300 മെഗാവാട്ടോ അതിൽ കുറവോ ശേഷിയുള്ള ചെറിയ ഫിക്ഷൻ റിയാക്ടറുകളാണ്. അവ ഒരു ഫാക്ടറിയിൽ കേന്ദ്രീകൃതമായി നിർമ്മിക്കുകയും ഇൻസ്റ്റലേഷനായി സൈറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആഗോളതലത്തിൽ 80-ലധികം SMRകൾ ഡിസൈനുകളും ആശയങ്ങളുമുണ്ട്. അവയിൽ ഭൂരിഭാഗവും വിവിധ വികസന ഘട്ടങ്ങളിലാണ്. ചിലത് വിന്യസിക്കാവുന്നതാണെന്നും അവകാശപ്പെടുന്നുണ്ട്. അർജന്റീന, ചൈന, റഷ്യ എന്നിവിടങ്ങളിൽ നിലവിൽ 4 SMRകൾ നിർമ്മാണത്തിന്റെ പുരോഗമന ഘട്ടത്തിലാണ്. നിലവിലുള്ളതും പുതുതായി വരുന്നതുമായ നിരവധി ആണവോർജ്ജ രാജ്യങ്ങൾ SMR ഗവേഷണവും വികസനവും നടത്തുന്നുണ്ട് എന്ന് ആണവ റിയാക്ടർ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ പരമോന്നത സംഘടനയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നുമുണ്ട്. എന്തായാലും എന്തൊക്കെ നീക്കങ്ങളാകും ഇനി ഇന്ത്യയിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.